എന്താ സാർ? ഞാൻ അവനെ കണ്ടിടൂ, എന്റെ കാലനെ. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ സമൂഹ മാധ്യമങ്ങളിലും കവലകളിലും നിറഞ്ഞു കേട്ട പാട്ട്, ഫലം വന്നതിന് പിന്നാലെ സൂപ്പർ ട്രെൻഡിംഗ് ആയ പാട്ട്. നിന്റെ അടുത്തല്ലേ മേലെ പാട്ട് പാടരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി തൊള്ള പറഞ്ഞ അണ്ണാക്കി പെയിന്റ് ഞാൻ കുറിക്കുള്ളിക്ക് പറഞ്ഞേക്കാം. ഈ പാട്ട് എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് 8ന്റെയും 16ന്റെയും പണി കൊടുത്തത് എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആത്മവിശ്വാസം തന്നെ തകർത്തു കളഞ്ഞു ഈ പാട്ട്. മന്ത്രിസഭ പിളരും. ഇത് മകിഴ്മതിക്ക് നല്ലതല്ല. ഇപ്പുറത്ത് നിൽക്കുന്ന ഏത് ടീമാണെങ്കിലും ഈ പാട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ പാട്ട് അങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ ഇവരുടെ മുഴുവൻ ആത്മവിശ്വാസം അതോടെ നഷ്ടപ്പെടുകയാണ്. ഇവർക്ക് പ്രതിരോധിക്കാൻ ഒന്നുമില്ല. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു? സ്വിമ്മിംഗ് പൂളിൽ ചെന്നാൽ അവിടെ, ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാഴി തലതല്ലി ചാവും. പ്രതിരോധിക്കാൻ ഒന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് ആ സ്ഥലം വിടാനേ ഇവർ നോക്കത്തുള്ളൂ. അത്തരം നിരവധി വീഡിയോ ഞാൻ ഇതിനകം കണ്ടു കഴിഞ്ഞു. ഇത് ഈ പാട്ടും കേട്ട് തകർന്നിട്ടാണ് വോട്ടും ചോദിക്കാൻ വേണ്ടി ആളുകളുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. അവരുടെ കംപ്ലീറ്റ് ബോഡി ലാംഗ്വേജും ആ സമയത്തേക്ക് നെഗറ്റീവായി കഴിയും. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ഒരു കടും പ്രയോഗമുണ്ട്. അതോടെ അവരിവിടെ നോടും. അതൊക്കെ ചെയ്യാം. കേരളായി മാറിയ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിനെതിരെ DGPക്ക് പരാതി. മനോഹരമായ ഭക്തിഗാനത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വികലമായി ഉപയോഗിച്ചുവെന്നും ഭക്തരെ അപമാനിക്കുന്ന പാട്ട് പിൻവലിക്കണമെന്നുമാണ് പരാതിയിൽ പറയുന്നത്. ഇത്ര പേടിത്തൊണ്ടനാണോ നമ്പിയേട്ടൻ? മതിച്ചു വരുന്ന മതയാനയുടെ മുമ്പിൽ മസിൽ വരയ്ക്ക് കയറി നിൽക്കുന്ന ധീരതയല്ല വിവരക്കേടാണ് കുട്ടി. ആ വിവരക്കേട്ട് ഞാനില്ല. ഇനി ഒരു നിമിഷം അവൻ ഇവിടെ നിർത്തിക്കൂടാ. ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ കെട്ടുകെട്ടിക്കണം. പോയി ചത്തുടടാ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.